യുദ്ധങ്ങൾ, കലാപങ്ങൾ, അതുപോലെ മനുഷ്യൻ്റെ മനുഷ്യത്വം എന്ന് നമ്മൾ പറയുന്ന ഒരവസ്ഥയില്ലേ. ചിന്തനമുള്ള രാഷ്ട്രങ്ങളാണേലും മതമാണേലും ശക്തരാണേലും അവരെല്ലാം നശിക്കും. മനുഷ്യൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നാളെ എന്ത് സംഭവിക്കും എന്നത് അറിയാൻ ആകാംക്ഷയുള്ള ആളാണ്. ആ ആകാംക്ഷ എനിക്കുണ്ട്. ശ്രീ ജയശങ്കർ മണക്കാട്ട് എന്ന അസ്ട്രോളജറെയാണ് ഇന്ന് കർമാനോസിന് ഒപ്പം ഉള്ളത്. അദ്ദേഹം കോവിഡ് കാലത്ത് കോവിഡ് എന്ന മഹാമാരിയെക്കുറിച്ച് പ്രവചിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, പുതുതായി എന്തെങ്കിലും പ്രവചനമുണ്ടോ എന്ന്. കാരണം വരുന്ന കാലത്തെക്കുറിച്ച് അറിയുക എന്ന് പറയുന്നത് നല്ല രസമുള്ള കാര്യമല്ലേ. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. അങ്ങ് പ്രവചനങ്ങളുടെ കാര്യത്തിൽ മിടുക്കനാണ്. ഇനി എന്തെങ്കിലും പ്രവചനങ്ങൾ മനസ്സിൽ ബാക്കി വെച്ചിട്ടുണ്ടോ ലോകത്തെ അറിയിക്കാൻ? മനസ്സിലുള്ളതല്ല, പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് മാറ്റങ്ങളുണ്ട്, പല മടങ്ങുകളാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇപ്പം പറയാനുള്ള വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സമയത്തോടാണ്, വളരെ എന്താ പറയണ്ടേ, ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തോടാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സമാനമായ ഗ്രഹനിലയായിട്ട് ബന്ധപ്പെട്ടാണ് ജ്യോതിഷപരമായിട്ട് പോകുന്നത്. അത് ഒന്നുകൂടെ പറയുകയാണെ, ഈ ജ്യോതിഷത്തിലെ ഏറ്റവും ശുഭനായ ഗ്രഹം വ്യാഴമാണ്. മോശം ശനിയാണെന്ന് പറയാം. പക്ഷേ ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അത് ദോഷകാരിയാകുകയാണ്. ഈ വ്യാഴത്തിന് വേറൊരു പേരൂടുണ്ട്, ജീവ. ഈ വ്യാഴം മോശമായിട്ടിരുന്നതുകൊണ്ടാണ് കോവിഡ് സംഭവിച്ചത്. ഏതാണ്ട് വ്യാഴത്തിൻ്റെ മോശാവസ്ഥ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാഴം അതായത് ഏകേസ്മിൻ മത്സരേ ജീവേ വ്യാസിത്രയും ഉപാകതേ. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ അപ്രോക്സിമേറ്റ് 1 വർഷമാണ് ഇതിൻ്റെ സഞ്ചാര സമയം. ഒരു രാശി കടക്കാൻ 1 വർഷം എടുക്കുമെന്നാണ് ഇതിൻ്റെ സഞ്ചാര സമയം. പക്ഷേ ഇപ്പം വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 1 വർഷത്തിനിടയ്ക്ക് ഇതിൻ്റെ സഞ്ചാര വേഗതയുടെ 3 ഇരട്ടി വേഗത്തിൽ. അത് ജീവന് അപകടം, അതായത് പ്രകൃതിക്ക് അപകടം. അത് വ്യാഴം സാമ്പത്തികകാരനായതുകൊണ്ട് ലോകത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. രണ്ടാമത് യുദ്ധങ്ങൾ, കലാപങ്ങൾ, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. യുദ്ധങ്ങൾ, കലാപങ്ങൾ, അതുപോലെ മനുഷ്യൻ്റെ മനുഷ്യത്വം എന്ന് നമ്മൾ പറയുന്ന ഒരവസ്ഥയില്ലേ, അത് സാത്വികത്വം, അത് എല്ലാവരുടെ മനസ്സിൽ നിന്നും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമുക്കല്ല, നമ്മൾ ഇപ്പം അങ്ങ് തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്ന ഒരവസ്ഥ വരുന്നു, എല്ലാവർക്കും ഉണ്ട്. എന്നെ വിളിക്കുന്നവരൊക്കെ പറയും, സാറേ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല, വൈഫുമായിട്ടാണെങ്കിൽ പോലും ഒരു സുഖമുള്ളൊരു അന്തരീക്ഷമല്ല. അപ്പം മനുഷ്യൻ്റെ ആക്രമിക സ്വഭാവം കൂടുന്നു. ഈ വ്യാഴം ദൈവകാരകനാണ്. അപ്പോൾ വ്യാഴം അനിഷ്ടത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ആക്രമിക സ്വഭാവം കൂടും. പ്രത്യേകിച്ച് ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഇങ്ങനെ ചില കാര്യങ്ങളുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ അവസ്ഥയിൽ ചൊവ്വ ഉച്ചനായിട്ട് നിൽക്കുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, ഈ ആക്രമിക സ്വഭാവം കൂടും. രണ്ടാമത് ഈ ടെററിസം, അതായത് ഭീകരവാദം, തീവ്രവാദം. ഇപ്പം നമുക്കറിയാം, ഒരു ഈശ്വരനും ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മാത്രമേ ദൈവമുള്ളെന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് വിശ്വാസമില്ല. അത് അങ്ങനെ പറയുന്നുണ്ടോ, മിഥ്യാധാരണയിൽ ആരെങ്കിലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഭാരതത്തിൽ തന്നെ മനുഷ്യനെ ബലി കൊടുത്ത ഒരു വിഭാഗക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്നില്ല, ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനോട് ആ സഹജീവിയെ ഹനിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക് എത്താമെന്ന് പറയുന്നത് വെറും മൗഢ്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഏതായാലും ഒരു കാര്യം സത്യമാണ്, 2031 വരെ ഈ പറയുന്ന ഈ നമ്മുടെ ഭൂമിയിലെ ഈ എന്താ പറയണ്ടേ, പിന്നെ കലാപങ്ങളുണ്ടാകാം, യുദ്ധങ്ങളുണ്ടാകാം, അതുപോലെ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകാം. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെ ഈയിടെ അത് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തു പറയുന്നത്, പാകിസ്ഥാൻ ഛിന്നഭിന്നമായി പോകാം, വിഭജിക്കപ്പെടാം. പക്ഷേ ഒന്നുണ്ട്, പ്രപഞ്ചനീതിക്ക് വിരുദ്ധമായി മതചിന്തയാണല്ലോ അല്ലെങ്കിൽ ഈശ്വരചിന്തയാണല്ലോ എന്താണെങ്കിലും ശരി, പ്രകൃതിക്കൊരു നിയമമുണ്ട്. പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, മുമ്പേ ഞാനിപ്പോൾ പറയുന്ന തത്വമസി, അതാണ് പ്രകൃതിയുടെ ഒരു നിയമം. അത്
എല്ലാവർക്കും തുല്യ അവകാശമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്, അല്ല ഈ ഭൂമിയിലുള്ളത്. അതിന് വിരുദ്ധമായി ചിന്തിക്കുന്ന എന്താണേലും ശരിയാണ്, അതിന് നാശമുണ്ടാകും. 100% ഉറപ്പാണ്. ഏതായാലും 2031 കലുഷിതമായ ഇതിനൊക്കെ മാറ്റം വരും. ഈ കാലുഷ്യം കൊണ്ടു നടക്കുന്ന മതമാണേലും രാജ്യങ്ങളാണേലും ഭൗതിക തേട്ടത്തിന് വേണ്ടിയിട്ട് എന്തും കാണിക്കാവുന്നുള്ള ആ ചിന്തനമുള്ള രാഷ്ട്രങ്ങളാണേലും മതമാണേലും ശക്തരാണേലും അവരെല്ലാം നശിക്കും. നന്മയുടെ ഒരു സ്ഥാനം വരാൻ പോവുക. നന്മയുള്ള ഒരു ലോകം അത് വരാൻ പോവുക. അത് 2031 ശേഷം അതുണ്ടായിരിക്കും. അപ്പോൾ അതിനകം പല ദുരന്തങ്ങളും നമ്മൾ കാണേണ്ടി വരും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ഇതൊന്നും അല്ലെങ്കിൽ പ്രകൃതിക്ക് വിരുദ്ധമായി എന്ത് ചിന്തന ഉണ്ടായാലും, അത് മതമാണേലും ശരിയാണ്, ദൈവഹിന്ദയായാലും ശരിയാണ്, എന്താണേലും ശരിയാണ്, അതൊരിക്കലും നിലനിൽക്കുകയാണ്. പ്രകൃതി എന്ന് പറയുന്ന ഈശ്വരനാണ്. എന്തോ സൂക്ഷിക്കുക. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ വിളിക്കുക. ഈശ്വരൻ ഞാനും നിങ്ങളും എല്ലാം നമുക്ക് വർക്കുണ്ട്, വൈരാഗ്യമുണ്ട്, ഇതെല്ലാം മനുഷ്യ സഹജമാണ്. പക്ഷെ അതൊന്നും ഹനിക്കുന്ന രീതിയിലാകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ലോകം എന്താ പറയണ്ടത്, നല്ല രീതിയിൽ ഒന്ന് ഉടച്ചു പാർക്കാൻ പോവാണ്. വലിയ താമസമൊന്നുമില്ല. ഈ പല ഭരണകർത്താക്കളുടെയും ഒക്കെ കാലം കഴിയും. ദുഷ്ടചിന്ത ആരിലുണ്ടല്ലോ അതെല്ലാം നമുക്ക് കാത്തിരിക്കാം. ഓക്കെ സാർ, താങ്ക് യു.